ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം വളരെ ജാഗരൂകരായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ PSC ബുള്ളറ്റിൻ നോക്കിയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ നിങ്ങൾ അരച്ച് കലക്കി പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് അഫയേഴ്സിന്റെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പതിവായിട്ട് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിത്ത് കുറച്ച് പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആൻസർ ചെയ്യാനായിട്ടും പറ്റും പെട്ടെന്ന് തന്നെ. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. Who inaugurated the Hamara Samvidhan Hamara Samman campaign to commemorate the 75th year of India's vast republic? നിങ്ങൾക്കറിയാം, ഈ 2024 75ാമത് ആണ് നമ്മൾ എന്ത് ചെയ്തത്, റിപ്പബ്ലിക് ആയത്. 75 വർഷമായി ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട്. ഈ ദിവസം ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി. ആ ക്യാമ്പയിനാണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. അത് പഠിച്ചു വെക്കണം, ചോദിക്കും. 75ാമത് വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി. ആ ക്യാമ്പയിൻ ഏതാണ്? ഹമാര സംവിധാൻ ഹമാര സമ്മാൻ. ഈ ക്യാമ്പയിൻ ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്? ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് അദ്ദേഹം. 14ാമത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ശ്രീ ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണെന്ന് അറിയാവോ? രാജസ്ഥാൻകാരനാണ്. ഓക്കെ, അടുത്തത് who inaugurated the കൗശൽ ഭവൻ. അപ്പൊ എന്താണ് കൗശൽ ഭവൻ എന്ന് പറയാണ്? എക്വിപ്ഡ് വിത്ത് കട്ടിംഗ് എഡ്ജ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊവൈഡിംഗ് എ കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ഫോർ ഐഡിയേഷൻ, കൊളാബറേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പയനിയറിംഗ് സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ടു എംപവർ ഇന്ത്യസ് യൂത്ത് വിത്ത് ടൂൾസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സൽ ഇൻ വേരിയസ് സെക്ടേഴ്സ്. ഇത്രയേ ഉള്ളൂ. കൗശൽ ഭവൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയാണ്, ഒരു പ്ലാൻ ആണ്. ഈ പ്ലാൻ അനുസരിച്ചിട്ട് വേരിയസ് സെക്ടേഴ്സിലുള്ള യൂത്ത്, യങ്സ്റ്റേഴ്സിന്, അതായത് യുവാക്കളെ എന്ത് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കൗശൽ ഭവൻ. ഈ കൗശൽ ഭവൻ ഇനാഗുറേറ്റ് ചെയ്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? നമ്മുടെ 15ാമത് പ്രസിഡന്റ്. ആരാണ്? 15ാമത് പ്രസിഡന്റായ ഒഡീഷക്കാരിയായ ദ്രൗപദി മുർമു ആണ്. ഏത് കൗശൽ ഭവൻ ഇനോഗ്രേറ്റ് ചെയ്തത്? കൗശൽ ഭവന്റെ ലക്ഷ്യം എന്താണ്? സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ആരെ? ടു എംപവർ ഇന്ത്യസ് യൂത്ത്. യൂത്തിനെ എംപവർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ് ഇത് കൗശൽ ഭവൻ എന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി വൺ ദ ഇനാഗുറൽ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹോക്കി 5 വിമൻസ് വേൾഡ് കപ്പ്? ഓക്കെ, ഇന്റർനാഷണൽ ഹോക്കി 5 വിമൺ വേൾഡ് കപ്പില് ഇനാഗുറൽ ഫെഡറേഷനിൽ അല്ലെങ്കിൽ ആരാണ് വൺ ചെയ്തത്? ആരാണ്? പതിവായിട്ട് ഇന്റർനാഷണൽ ഹോക്കി വുമൻസ് വേൾഡ് കപ്പിൽ ജയിക്കുന്നത് ആരാണ്? നമ്മുടെ നെതർലാൻഡ് ആണ്. ഇവിടെയും ജയിച്ചത് ആരാണ്? നെതർലാൻഡ് ആണ്. Which country finished as the runner-up at the inaugural FIH Hockey 5 Women World Cup? ഈ FIH Hockey 5 Women World Cup നടന്നത് മസ്കറ്റ്, ഒമാനിലാണ് നടന്നത്. ഇതിൽ ഡിഫീറ്റ് ചെയ്തത്, ഫൈനൽ മത്സരത്തിൽ ആരാണ് ഡിഫീറ്റ് ചെയ്ത് തോറ്റുപോയത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയെ തോപ്പിച്ചിട്ടാണ് നെതർലാൻഡിന് കപ്പ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അടുത്തത്, which city hosted the 14th edition of the annual All India Police Commando competition began on January 22, 2024? 2024 ജനുവരി 22 ഒരു 40th എഡിഷൻ ഓഫ് ആനുവൽ ഓൾ ഇന്ത്യ പോലീസ് കമാൻഡോ കോമ്പറ്റീഷൻ നടന്നു. ഇത് ഏത് സിറ്റിയിലാണ് നടന്നത്? ഇത് നടന്നത് ഓപ്ഷൻ ഡി ആണ്. വിശാഖപട്ടണത്താണ് ആനുവൽ ഓൾ ഇന്ത്യ പോലീസ് കമാൻഡോ കോമ്പറ്റീഷൻ നടന്നത്. അടുത്ത ചോദ്യം. ഡെസേർട്ട് നൈറ്റ് ഈസ് എ ജോയിന്റ് എയർ എക്സസൈസ് ഓവർ. അതായത്
എന്താണ്? സംയുക്ത വ്യോമ എക്സസൈസ് ആണ്, വ്യോമ അഭ്യാസമാണ് ഡെസർട്ട് നൈറ്റ്. ഈ ഡെസർട്ട് നൈറ്റ് നടന്നത് അറേബ്യൻ സീ, അറബിക്കടലിന് മുകളിലായിട്ടാണ്. ഈ ഡെസർട്ട് നൈറ്റിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുത്തത്? ആരുണ്ട്? ഒന്നാമത് നമ്മുടെ ഇന്ത്യ ഉണ്ട്, പിന്നെ ഫ്രാൻസ് ഉണ്ട്, പിന്നെ UAE ഉണ്ട്. അപ്പൊ ഇന്ത്യയും ഫ്രാൻസും UAEയും കൂടി നടന്നിട്ടുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണ് ഇത് ഡെസർട്ട് നൈറ്റ് എന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 7ാമത്തെ ചോദ്യം. ജസ്റ്റിസ് പ്രസന്ന ബി വരാളെ who has been appointed as the Supreme Court judge is currently serving as the Chief Justice of. അതായത് ഏത് സംസ്ഥാനത്തിന്റെ ചീഫ് ജസ്റ്റിസിനെയാണ് ഏതായിട്ട് സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജസ്റ്റിസ് പ്രസന്ന ബി വരാളെ എന്നാണ്. പ്രസന്ന ബി വരാളെ ഏത് സംസ്ഥാനത്തിന്റെ ആണ്? കർണാടകയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ആര്? ജസ്റ്റിസ് പ്രസന്ന ബി വരാളെ. ഓക്കെ ആണല്ലോ. In which state the Indian Navy is establishing its second very low frequency communication station. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇന്ത്യൻ നേവിയൊക്കെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ വേണം. ഇങ്ങനെ സെക്കൻഡ് വെരി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. Which team appointed Katrina Kaif as their brand ambassador for the upcoming Indian Premier League 2024 season? 2024 IPL സീസണില് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? കത്രീന കൈഫിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഏത് ടീമിന്റെ ആണ്? ഓപ്ഷൻ എ ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ. അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 2024 IPL ബ്രാൻഡ് അംബാസിഡർ ആണ് കത്രീന കൈഫാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 200th birthday anniversary of a social reformer who has significantly contributed to Indian spirituality is celebrated on February 12, 2024. Who is the popular personality? അതായത് 200ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സോഷ്യൽ റിഫോമർ, നവോത്ഥാന നായകനുണ്ട്. ഫെബ്രുവരി 12, 2024 ആയപ്പോൾ അദ്ദേഹത്തിന് 200 വയസ്സായി. അപ്പൊ 1824 ഫെബ്രുവരി 12 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ച സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഈ വ്യക്തി. അപ്പൊ മറക്കരുത്, സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. Who is the first Sri Lankan cricketer to score a double century in ODI? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. ഏകദിന ക്രിക്കറ്റില് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ശ്രീലങ്കൻ ക്രിക്കറ്റർ, ആദ്യത്തെ ക്രിക്കറ്റർ ആരെന്നല്ല, ആദ്യത്തെ ശ്രീലങ്കൻ ക്രിക്കറ്റർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് വരുന്നത്? പത്തൂം നിസാങ്കയാണ്. പത്തൂം നിസാങ്കയ്ക്കാണ് ഫസ്റ്റ് ശ്രീലങ്കൻ ക്രിക്കറ്റർ ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ ODI. A multi-sensor system capable of detecting, identifying, tracking and generating warning for all type of underwater threats, the Integrated Underwater Harbour Defense and Surveillance System has recently launched in. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിന്റെ ആസ്ഥാനമായ, അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പോർട്ട് ബ്ലെയറിലാണ്. എന്താണ് സംഭവം? ഒരു ഇന്റഗ്രേറ്റഡ് അണ്ടർ വാട്ടർ ഹാർബർ ഡിഫൻസ് ആൻഡ് സർവൈലൻസ് സിസ്റ്റം ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഇതൊരു മൾട്ടി സെൻസർ സിസ്റ്റം ആണ്. ഈ മൾട്ടി സെൻസർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അണ്ടർ വാട്ടറിൽ എന്തെങ്കിലും ത്രെഡ്സ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത്, ഐഡന്റിഫൈ ചെയ്ത്, ട്രാക്ക് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള വാർണിംഗ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഏത്? ഒരു മൾട്ടി സെൻസർ സിസ്റ്റമാണ് ഇന്റഗ്രേറ്റഡ് അണ്ടർ വാട്ടർ ഹാർബർ ഡിഫൻസ് ആൻഡ് സർവൈലൻസ് സിസ്റ്റം. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡമാനിന്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയറിലാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്. In which state did Prime Minister Narendra Modi lay foundation stone on February 12, 2024 for project worth 7,300 crores focusing on uplifting the tribal population?
ട്രൈബൽ പോപ്പുലേഷൻ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 7300 കോടികളുടെ പ്രോജക്റ്റ് വേണ്ടിയിട്ടൊരു തറക്കല്ലിട്ടു. ഏത് സ്റ്റേറ്റിലാണ് നരേന്ദ്രമോദി തറക്കല്ലിട്ടത്? എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ട്രൈബൽ പോപ്പുലേഷനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ 7300 കോടിയുടെ പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത്, വിച്ച് സിറ്റി ഹാസ് റീസെന്റ് ബീൻ അവാർഡഡ് ദ വാട്ടർ വാരിയർ ടൈറ്റിൽ ബൈ ദ യൂണിയൻ വാട്ടർ മിനിസ്ട്രി? കേന്ദ്ര ജല മന്ത്രാലയം ഒരു സിറ്റിക്ക് ഒരു പ്രത്യേക പദവി കൊടുത്തു, പ്രത്യേക അവാർഡ് കൊടുത്തു. വാട്ടർ വാരിയർ, അതായത് ജല പോരാളി എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുത്തു. അത് ഏത് സിറ്റിക്കാണ്? നോയിഡയ്ക്കാണ്. ഏതിനാണ്? നോയിഡയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, In which country was India's flagship instant payment system? ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റമായ UPI. UPIയുടെ സ്റ്റാൻഡ്സ് ഫോർ പഠിച്ചു വെക്കണം, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നാണ്. UPI സ്റ്റാൻഡ്സ് ഫോർ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് അലോങ് വിത്ത് റുപേ കാർഡ് സർവീസ്. UPIയും പിന്നെ അതിന്റെ കൂടെ റുപേ കാർഡ് സർവീസും കൂടെ ലോഞ്ച് ചെയ്ത 2 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫെബ്രുവരി 12, 2024 മുതലാണ് അവർ ലോഞ്ച് ചെയ്തത്. ഏതൊക്കെയാണ്? ശ്രീലങ്ക ആൻഡ് മൗറീഷ്യസ്. അപ്പൊ ശ്രീലങ്കയിലും മൗറീഷ്യസിലും ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ UPIയും റുപേ കാർഡ് സർവീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. Dries Van Acht, who along with his wife Eugene, dead recently by euthanasia, was the former prime minister of Dash. എന്താണ്? ഡ്രൈസ് വാൻ ആക്ട് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ യൂജീനും ഈ ഇടയ്ക്ക് മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? യുത്തനേഷ്യ. യുത്തനേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ദയാവധം എന്നാണ് അർത്ഥം. ഈ ദയാവധത്തിലൂടെ ഈ ഇടയ്ക്ക് മരിച്ച ഡ്രൈസ് വാൻ ആക്റ്റും യൂജീനും ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്? നെതർലൻഡിന്റെ. മറക്കരുത്, ഡ്രൈസ് വാൻ ആക്ട്. വൈഫിന്റെ പേര് യൂജീൻ. യുത്തനേഷ്യ വരെയാണ് മരിച്ചത്. യുത്തനേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ദയാവധം എന്നാണ് അർത്ഥം. നെതർലാൻഡിലാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. Who has been appointed as the new non-executive chairman and independent director of the National Payment Corporation of India? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനും ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? അജയ് കുമാർ ചൗധരിയാണ്. ആരെയാണ്? അജയ് കുമാർ ചൗധരിയാണ്. Acknowledging his invaluable contributions to the Indian music industry, who has been recently honored with the prestigious Lakshmi Narayana International Award. ലക്ഷ്മി നാരായണ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ച പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് കൊടുത്ത വ്യക്തിയാണ്. ആരാണ്? പ്യാരിലാൽ ശർമ്മയാണ്. ആരാണ്? പ്യാരിലാൽ ശർമ്മ. പ്യാരിലാൽ ശർമ്മയ്ക്ക് കിട്ടിയ അവാർഡ് മറക്കരുത്, ലക്ഷ്മി നാരായണ ഇന്റർനാഷണൽ അവാർഡാണ്. Which IIT has joined hands with മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്? മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് ഏതോ ഒരു IIT ജോയിൻ ചെയ്തിട്ട് എ കീ പ്ലെയർ ഇൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ടു ക്രിയേറ്റ് ദ നേഷൻസ് ഫസ്റ്റ് ഡൊമസ്റ്റിക്കലി ഡിസൈൻ 155 സ്മാർട്ട് അമ്യൂണിഷൻ. ഈ 155 സ്മാർട്ട് അമ്യൂണിഷൻ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ബുള്ളറ്റ് ഷീൽഡാണ്. ഈ ബുള്ളറ്റ് തദ്ദേശീയമായിട്ട് ഡിസൈൻ ചെയ്യുന്ന, ആദ്യമായിട്ടാണ് അങ്ങനെ തദ്ദേശീയമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് വർക്ക് ചെയ്യുന്ന IIT ഏതാണ്? ഏത് IIT ആണ്? IIT മദ്രാസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, IIT മദ്രാസ് ആണ്. Which life insurance company has announced the appointment of Venkatachalam H as the new managing director and chief executive officer? ഏത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് വെങ്കടാചലം H? ഏതിന്റെയാണ്? ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസിന്റെയാണ്. ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസിന്റെ MDയും CEO ആണ് ആരാണ്? വെങ്കടാചലം H ആണ്. ഇതുപോലുള്ള ഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ PSC ബുള്ളറ്റിനിൽ പഠിക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.